വാർത്തയിലേക്ക്. കൊല്ലം കുണ്ടറയിൽ യുവാവ് മരിച്ചതിലെ കസ്റ്റഡി മർദ്ദന ആരോപണത്തിൽ പോലീസ് ഓഫീസർക്കെതിരെ നടപടി. CPOS ശ്രീജിത്തിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. സിയാദിനെ ജീപ്പിൽ വെച്ച് ശ്രീജിത്ത് ദേഹോപദ്രവം ഏൽപ്പിച്ചെന്ന് ആരോപണം ഉയർന്നിരുന്നു. സിയാദിനെ കസ്റ്റഡിയിലെടുത്തപ്പോഴുള്ള നടപടിക്രമങ്ങളിൽ വീഴ്ച സംഭവിച്ചെന്നും റൂറൽ SP-യുടെ സസ്പെൻഷൻ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. മനോജ് ചേരുന്നു കൂടുതൽ വിവരങ്ങൾ നൽകുവാനായി. മനോജ്, എന്തായാലും കൃത്യമായി തന്നെ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. കസ്റ്റഡിയിൽ മർദ്ദനമേറ്റിരുന്നു എന്ന് തന്നെയല്ലേ ഈ സമയത്ത് പറയാൻ സാധിക്കുക? തീർച്ചയായും ഈ കേസിലെ ആദ്യ നടപടിയാണ് ആയിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ടാണ് തുടർന്ന് നടപടികളിലേക്ക് കടക്കുന്നതെന്ന് മനസ്സിലാക്കാം. എന്തായാലും സിയാദിന്റെ മരണം അത് വലിയ തരത്തിലുള്ള ഗുരുതരമായ ആരോപണമാണ് പോലീസിനെതിരെ. കാരണം കസ്റ്റഡിയിലെടുത്തപ്പോൾ തന്നെ സിയാദിനെ മർദ്ദിച്ചിരുന്നു എന്നുള്ള വിവരം അത് പരാതിക്കാരിയായ പെൺകുട്ടി തന്നെ പറയുന്നു. പെൺകുട്ടിയെ വനിതാ പോലീസിന്റെ സാന്നിധ്യത്തിലൂടെ എത്തുന്നതോടൊപ്പം തന്നെ സിയാദിനെ സ്വീറ്റ് മർദ്ദിച്ചു എന്ന പരാതിക്കാരി തന്നെ പറയുന്നു. സിയാദ് മരിച്ചതിന്റെ ആ പിറ്റേന്നുള്ള ദിവസങ്ങളിൽ ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരെ സിയാദിന്റെ മകൾ അപ്പോഴും ഈ കാര്യം മകളും ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള തെളിവുകളൊക്കെ തന്നെ ഈ പോലീസ് അന്വേഷണത്തിൽ ലഭിച്ചിരുന്നു. എന്തായാലും ഈ പോലീസിന്റെ കസ്റ്റഡിയിൽ വെച്ച് സിയാദിന് മർദ്ദനമേറ്റിട്ടുണ്ട് എന്നുള്ളത് ഏകദേശം ഈ നടപടിയോടുകൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കാരണം രണ്ട് ഉദ്യോഗസ്ഥരടക്കം ഉണ്ടായിരുന്നു ഈ സംഭവത്തിന്റെ ഒരു സാഹചര്യത്തിലെന്ന് മനസ്സിലാക്കി. എന്തായാലും ജൂൺ 16-ാം തീയതിയാണ് സിയാദിനെ ഒരു മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ എടുക്കുന്നത്. അതിനുശേഷം ആ കുട്ടി തിരികെ വന്നപ്പോൾ 17-ാം തീയതി വിടുകയും ചെയ്തു. എന്നാൽ ഇതിനിടയിലാണ് ഈ മർദ്ദനം ഉണ്ടായിട്ടുള്ളത്. ജീപ്പിൽ വെച്ചടക്കം മർദ്ദിച്ചു എന്നുള്ള വിവരം പുറത്തു വന്നു. അതിനുശേഷം പിന്നീട് ഈ സിയാദ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയായിരുന്നു. ഈ ചികിത്സയിലിരിക്കുകയാണ്. 38 ദിവസം കഴിഞ്ഞ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് സിയാദ് മരിക്കുന്നത്. പിന്നാലെയാണ് കുടുംബം ഈ ഗുരുതരമായിട്ടുള്ള ആരോപണം പോലീസിനെതിരെ ഉന്നയിച്ചത്. ആ ആരോപണങ്ങളൊക്കെ ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പ്രാഥമിക ഘട്ടത്തിൽ ഇപ്പോൾ CPI ആയിട്ടുള്ള ശ്രീജിത്തിനെയാണ് സസ്പെൻഡ് ചെയ്തത്. റൂറൽ SP ആണ് ഈ നടപടിയിലേക്ക് കടന്നത്. വ്യക്തമാണ്. കൊല്ലം കുണ്ടറയിൽ യുവാവ് മരിച്ചതിലെ കസ്റ്റഡി മർദ്ദന ആരോപണത്തിൽ പോലീസ് ഓഫീസർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുകയാണ്. CPOS ശ്രീജിത്തിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. മനോജാണ് കൊല്ലത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.